വെൽക്കം ടു sunithasworld. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി നാടൻ എരിശ്ശേരിയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി നമുക്കിവിടെ പച്ചക്കായ അല്ലെങ്കിൽ പൊന്തൻകായ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് തുവരപ്പരിപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്തിട്ട് നമുക്ക് കുക്കറിനകത്ത് ഇത് 2 വിസിൽ വരുന്നിടം വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് എരിശ്ശേരിക്ക് വേണ്ടിയുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിനകത്ത് 1 കപ്പ് തേങ്ങ, അതുപോലെ തന്നെ ഒരല്പം ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 2 കഷ്ണം വെളുത്തുള്ളി, പിന്നെ നെകക്കെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കായും പരിപ്പും ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നീട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നോക്കിയേ, ഒട്ടും തന്നെ വെന്ത് പോയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും അതുപോലെ തന്നെ 3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണ് തേങ്ങ വറുത്ത് ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ തേങ്ങ വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കാം. അതും കൂടെ വഴറ്റിയിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് ചേർക്കണം. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഉടനെ വേറൊരു വീഡിയോയുമായി വരാം. അതുവരെയും ബൈ ബൈ.